ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് 25 ശുക്രൻ ഉച്ചരാശിയായ മീനം രാശിയിൽ നിന്നും അഗ്നിരാശിയായ മേടം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ശുക്രൻ ഇപ്പോൾ മീനം രാശിയിൽ ഉച്ചരാശിയിൽ സഞ്ചരിക്കുകയാണ്. 2026 മാർച്ച് 25 ശുക്രൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുന്നു. ഏപ്രിൽ 18 വരെ ആ ശുക്രൻ മേടം രാശിയിലുണ്ടാകും. പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രണയചിന്തയുടെയും കലാബോധത്തിൻ്റെയും വിവാഹം ദാമ്പത്യബന്ധത്തിൻ്റെയും ലൗകിക സുഖത്തിൻ്റെയും ആഡംബര ജീവിതത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഇപ്പം മേടം രാശി എന്ന് പറയുന്നത് അഗ്നി രാശിയാണ്, അഗ്നിതത്വ രാശിയാണ്, ചൊവ്വയുടെ രാശിയാണ്. അപ്പം ചൊവ്വയുടെ രാശി എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും വികാരാവേശത്തിൻ്റെയും ക്ഷിപ്രകോപത്തിൻ്റെയും അതുപോലെ തർക്കങ്ങളുടെയൊക്കെ ഗ്രഹമാണ് ചൊവ്വ. ആ ചൊവ്വയുടെ രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറുന്നത്. അപ്പോൾ ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ സൗന്ദര്യബോധം കൂടും, പ്രണയാഭിലാഷം ഉണ്ടാകുന്ന സമയമായിരിക്കും, പ്രണയചിന്തകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ധൈര്യം ഈ സമയത്ത് ഉണ്ടാകും, വികാരാവേശത്തിൻ്റെ സമയമാണ്, സുഖ താല്പര്യങ്ങൾ കൂടുന്ന സമയമാണ്, ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിത്വം, മാഗ്നറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയാം, ക്ഷമയില്ലായ്മ ചിലപ്പോൾ ഉണ്ടാകും, റിലേഷൻഷിപ്പിൽ ചെറിയ തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ ജാതകത്തിൽ ശുക്രൻ അതുപോലെ ചൊവ്വ ഇവയുടെ ഭാവാധിപത്യം, സ്ഥിതി, യോഗം അതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിന് അനുസരിച്ച് ഈ ശുക്രൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം വ്യത്യസ്ത രീതിയിലായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്കും ചിങ്ങ ലഗ്നം വന്നിട്ടുള്ളവർക്കും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ശുക്രൻ 3-ാം ഭാവാധിപനുമാണ്. അതുപോലെ ആ ശുക്രൻ 10-ാം ഭാവാധിപനുമാണ്. അപ്പം 3ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് 25 ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 18 വരെ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും. അപ്പോൾ ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 9ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ തൊഴിലിടത്ത് നമുക്ക് നെഗറ്റീവ് ചിന്തകൾ മാറി പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരും, ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും, തൊഴിലിൽ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ഉണ്ടാകാം. ഈ പാരമ്പര്യ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അധ്യാപകർക്ക്, ഹീലിംഗ് വർക്ക് ചെയ്യുന്നവർക്ക്, ധർമ്മപ്രവർത്തകർക്ക്, പ്രഭാഷണം നടത്തുന്നവർക്ക്, മതപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, നയതന്ത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇവർക്കൊക്കെ ഗുണാനുഭവം ഈ ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. പൊതുവെ പിതാവ്, അധ്യാപകർ, അതുപോലെ വെൽ വിഷേഴ്സ്, മെൻറ്റേഴ്സ് ഇവരുടെയൊക്കെ ഉപദേശം തൊഴിലിൽ ഉയർച്ചയ്ക്ക് സഹായകമാകും. അവരുടെയൊക്കെ ഗൈഡൻസ് ആ തൊഴിലിൽ ഉയർച്ചയ്ക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. അതുപോലെ ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാവത്തിൻ്റെ 12ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവെ നമുക്ക് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമായിട്ട്, വിദേശത്തോ ദൂരസ്ഥലത്തേക്കോ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ചിലപ്പോൾ വേണ്ടിവരും. ഉന്നത പഠനം നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് ആ പഠനത്തോടൊപ്പം തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലൂടെ തൊഴിൽ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടെയാണ്. ശുക്രൻ 3-ാം ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ സഹോദരങ്ങൾക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് പറയാം.
അതുവഴിയൊക്കെ പൊതുവെ ഈ കൂറുകാർക്കും ചില ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മെൻ്റൽ കൺഫ്യൂഷൻ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. പൊതുവേ നമുക്ക് മനസ്സംഘർഷം കുറയുന്ന സമയമായിരിക്കും. യാത്രകൾ വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. നല്ല വാർത്തകൾ ശ്രവിക്കാൻ കഴിയുന്ന സമയമാണ് ഈ ശുക്രൻ, 3-ാം ഭാവാധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരിക വഴി ഉണ്ടാകുന്നത്. മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ ഇംപ്രസീവ് ആകുന്ന സമയമായിരിക്കും. അപ്പോൾ 3-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ നമുക്ക് മീഡിയ പ്രവർത്തകർക്ക്, പ്രഭാഷകർക്ക്, മറ്റ് കലാകാരന്മാർക്ക് ഒക്കെ തന്നെ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. തൊഴിലിടത്ത് നമുക്ക് നല്ല ഇൻ്ററാക്ഷൻ ഈ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം. തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും ആ 9-ൽ പ്രത്യേകിച്ച് 3-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ 3-ൽ വരുന്നത് ഗുണം ചെയ്യുമെന്ന് പറയാം. പുതിയ കോഴ്സൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഗുണം ചെയ്യും. കോമ്പറ്റേറ്റീവ് തലങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതുപോലെ തന്നെ നൈബേഴ്സ്, ഇവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറി നമുക്ക് അതുവഴി അതിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അങ്ങനെ ജേർണലിസം, മീഡിയ പ്രവർത്തനമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തനം നടത്തുന്നവർക്ക്, വർക്ക് ചെയ്യുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പൊതുവെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. സഹോദരനോ സഹോദരിക്കോ ചിലപ്പോൾ വിവാഹാലോചനകൾക്കും ഈ 3-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അതിൻ്റെ 7-ാം ഭാവരാശിയിലേക്ക്, അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. കന്നിക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം. അപ്പോൾ കന്നിക്കൂറുകാർക്കും അതുപോലെ കന്നി ലഗ്നം വന്നവർക്കുമുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ ധനഭാവാധിപനാണ്, 2-ാം ഭാവാധിപനുമാണ്, അതുപോലെ 9-ാം ഭാവാധിപനുമാണ്, ഭാഗ്യഭാവാധിപനുമാണ്. അപ്പോൾ 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് 25-ന് അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 18 വരെ ആ ശുക്രൻ അഷ്ടമ ഭാവരാശിയിൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് 9-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഇൻഹെറിറ്റൻസ് വഴിയോ അല്ലെങ്കിൽ ജോയിൻ്റ് അസറ്റ് വഴിയോ ജോയിൻ്റ് സംരംഭങ്ങൾ വഴിയോ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയോ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യനേട്ടങ്ങൾ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റിസർച്ച്, ഇൻഹെറിറ്റൻസ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർ, അതുപോലെ റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇവയൊക്കെ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതുവഴി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയിലേക്ക് ആ ശുക്രൻ വരുമ്പോൾ രഹസ്യമായിട്ട് എന്തെങ്കിലും സീക്രട്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ, റിലേഷൻഷിപ്പൊക്കെ ഉള്ളവർ, അതുപോലെ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റൊമാൻസ് ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനുള്ള ഒരു സമയം എന്നും കൂടെ പറയാം. പൊതുവെ നമുക്ക് കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് അത് അപഗ്രഥിച്ച് നമുക്ക് ആ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ആ ശുക്രൻ്റെ അഷ്ടമ രാശിയിലെ സ്ഥിതി കൊണ്ടുണ്ടാകും. ഈ ഇമോഷണൽ തലത്തിലും അതുപോലെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള തലത്തിലും ഒക്കെ തന്നെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ കൂറുകാർക്ക് ഈ സമയത്ത് പ്രത്യേകിച്ച് ശുക്രൻ അഷ്ടമരാശിയിലേക്ക് രാശി മാറുക വഴി ഉണ്ടാകും. ശുക്രൻ 2-ാം ഭാവാധിപനാണ്.
ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ നമ്മളല്പം ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ പണം നമ്മൾ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത് പോലൊക്കെ ഒരു കെയർ വേണം. അല്ലെങ്കിൽ ആ കെയർ വന്നില്ല എന്നുണ്ടെങ്കിൽ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലപ്പോൾ നഷ്ടങ്ങൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അതേസമയം ചില നേട്ടങ്ങൾ ഈ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ വരിക വഴി നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നേട്ടത്തിനും അത് വഴിതെളിക്കും. അതുപോലെ നമ്മൾ പ്രോപ്പർ മാർഗേന ഉള്ള ധനാഗമത്തെക്കാളും നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനനേട്ടങ്ങളായിരിക്കും നമുക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ദന്തസംബന്ധമായിട്ടോ കാഴ്ച സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഉള്ളവർക്കും അതിൽ നിന്ന് നമുക്ക് സഡനായിട്ടുള്ള ഒരു റിക്കവറി റിലീഫ് ഈ സമയത്ത് ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 9ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ അഷ്ടമത്തിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. ചിലർക്ക് സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യാം. അവയിൽ നിന്ന് നമുക്ക് സഡനായിട്ടുള്ള റിലീഫ് ഉണ്ടാകും. പ്രത്യേകിച്ച് 9ാം ഭാവാധിപൻ അഷ്ടമത്തിലൂടെ വരുമ്പോൾ നമുക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് കൊണ്ടോ അല്ലെങ്കിൽ പിതാവിൻ്റെ കടാക്ഷം കൊണ്ടോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ കടാക്ഷം കൊണ്ടോ വെൽ വിഷേഴ്സിൻ്റെയൊക്കെ എന്തെങ്കിലും സഹായം കൊണ്ടോ ഒക്കെ തന്നെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മുക്തി നമുക്കുണ്ടാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ 2-ലൊക്കെ 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുകയാണ് 2-ലോട്ട്. അപ്പോൾ ചിലപ്പോൾ 8 നിൽക്കുന്ന ശുക്രൻ 2 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് നമുക്ക് അത് അവർ പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ളൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. അതുപോലെ തന്നെ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ അവർ വഴി എന്തെങ്കിലും ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫേവേഴ്സ് നമുക്ക് ഈ സമയത്ത് കിട്ടിയെന്ന് വരാം. അതുപോലെ തന്നെ നമുക്ക് കുടുംബത്തിൻ്റെ വിഹിതമായിട്ടോ എന്തെങ്കിലുമൊക്കെ ധനനേട്ടമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വരാം. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയോ അല്ലെങ്കിൽ ഈ ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും, കാരണം 2ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 8 നിൽക്കുക എന്ന് പറയുമ്പം ഭാവത്തിൻ്റെ 2ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പം ഭാവത്തിൻ്റെ 7-ലാണ്. അപ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ തന്നെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില വിവാഹ ആലോചനകളൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട്. പൊതുവെ നമുക്ക് ഈ സുഖ സൗകര്യങ്ങൾ ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാധിക്കും. ദൂരയാത്രകളൊക്കെ ഉണ്ടാകും. അതുവഴിയൊക്കെ പൊതുവെ നമുക്ക് ഇമോഷണലായിട്ടും സാമ്പത്തികമായിട്ടും ഒരു പരിവർത്തനം ഉണ്ടാകുന്ന സമയമായിരിക്കും ഈ 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലേക്ക് രാശി മാറുക വഴി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഉണ്ടാകാവുന്നത്. ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം. അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നം വന്നവർക്കും എങ്ങനെയാണ് ഈ ശുക്രൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നോക്കാം. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമാണ് ശുക്രൻ. അപ്പോൾ ആ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 1ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് 25-ന് 7-ലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 18 വരെ ആ ശുക്രൻ 7-ൽ സ്ഥിതി ഉണ്ടാകും. അപ്പോൾ ജന്മരാശ്യാധിപൻ 7-ൽ വരിക എന്ന് പറയുമ്പോൾ വിവാഹ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനും കഴിയാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ദമ്പതിമാർക്ക് അവർക്കിടയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും. അവർക്കിടയിലുള്ള സ്നേഹവായ്പൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ദൂരയാത്രകൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റങ്ങൾ പർച്ചേസ് ചെയ്യാനും ഷോപ്പിങ്ങിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ ഈ 8ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 8ാം ഭാവാധിപനും കൂടിയാണ്. ആ 8ാം ഭാവാധിപനായിട്ട് ശുക്രൻ 7-ൽ വരിക എന്ന് പറയുമ്പോൾ
8ന്റെ 12 ഈ 7 എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക് ആ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ തരണം ചെയ്യാൻ, അത് പരിഹരിക്കുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുടെ ബന്ധുക്കൾ വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം, പ്രത്യേകിച്ച് മാരിഡ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, ഇതുവരെ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ നെഗറ്റീവ് അനുഭവങ്ങളൊക്കെ മാറി നമുക്ക് അവരിൽ നിന്ന് ചില പോസിറ്റീവ് അനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് ആ ഇഷ്യൂസ് പരിഹരിക്കുന്നതിനും അനുകൂല സമയമാണ്. പൊതുവെ മറ്റുള്ളവരുടെയൊക്കെ സഹായം നമുക്കൊരു ബിസിനസ്സിലായാലും ആ മറ്റുള്ളവരുടെയൊക്കെ സഹായം ഉണ്ടാകും. ചിലപ്പോൾ ബിസിനസ്സിലൊക്കെ പങ്കാളിയാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ രഹസ്യബന്ധങ്ങൾ, സീക്രട്ട് അഫയേഴ്സ് ഉള്ളവർ, ഹിഡൻ റിലേഷൻഷിപ്പ് ഉള്ളവർ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അഷ്ടമഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 12 വരിക വഴി ഉണ്ടാകുന്നത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. പുതിയ കരാറുകൾ കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി കിട്ടും. സെൽഫ് ഫൗണ്ടായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നടത്തുന്ന ബിസിനസ്സിലൊക്കെ ലാഭവർധനം ഉണ്ടാകുന്ന സമയമായിരിക്കും. ദൈനംദിന വരുമാനമൊക്കെ കൂടുന്ന സമയമാണ്. വിവാഹ കർമ്മങ്ങളിലോ മറ്റ് മംഗളകർമ്മങ്ങളിലോ ഒക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നു. പൊതുവേ നമുക്ക് സാമൂഹ്യ ജീവിതത്തിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. അതുപോലെ സാമൂഹ്യ ജീവിതത്തിലൊക്കെ നമ്മൾ കൂടുതൽ ആക്റ്റീവാകും. ചിലപ്പോൾ ഉന്നത വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടാനും അവരുടെ സ്വാധീനമൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. ശുക്രൻ അഷ്ടമഭാവാധിപനാണ്. അപ്പോൾ 7 സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം, 8ാം ഭാവാധിപന് 7 വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ദൂരയാത്രകൾക്കോ വിദേശ യാത്രകൾക്കോ തയ്യാറാവുന്നവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഉറപ്പുവരുത്തേണ്ടുന്ന സമയം കൂടെയാണ്. അപ്പോൾ ശുക്രൻ പ്രത്യേകിച്ച് അശ്വതി ഭരണി നക്ഷത്രത്തിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ പൊതുവെ അശ്വതി എന്ന് പറയുമ്പോൾ ഹീലിങ്ങിൻ്റെ ഒരു നക്ഷത്രമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിന്, ആ പ്രശ്നങ്ങളിൽ നിന്നൊരു ആശ്വാസം ഉണ്ടാകുന്നതിനൊക്കെ അത് വഴിതെളിക്കും. അതുപോലെ ഭരണി നക്ഷത്രത്തിലൂടെയും ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഭരണി ശുക്രൻ്റെ തന്നെ നക്ഷത്രമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ, ദാമ്പത്യ ബന്ധത്തിൽ, മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നമുക്ക് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. പൊതുവെ നമ്മുടെ പ്രസ്റ്റീജൊക്കെ ഉയരുന്ന സമയം എന്ന് പറയാം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ശരീരസുഖമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ്. ഇപ്പോൾ ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ ജന്മലഗ്ന രാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ അത് പൊതുവേ നമുക്ക് നമ്മുടെ വ്യക്തിത്വം, അപ്പോൾ ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനും നമുക്കല്പം സൗന്ദര്യബോധമൊക്കെ കൂടുന്നതിനുമൊക്കെ ചിലപ്പോൾ അത് വഴിതെളിക്കും. പ്രത്യേകിച്ച് സുഖാനുഭവങ്ങൾ ഉണ്ടാകും. കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അതിനോട് ഉള്ള ടേസ്റ്റ് കൂടുന്ന സമയമാണ്. ഇപ്പോൾ സംഗീതം, നൃത്തം, അതുപോലെ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ ചില സന്തോഷാനുഭവങ്ങൾ ആ ജന്മരാശിയിൽ ശുക്രൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ സന്താനങ്ങൾ വഴിയും സുഖാനുഭവങ്ങൾ ഉണ്ടാകും. സന്താന ലബ്ധിക്ക് കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ശുക്രൻ ഈ മേടൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം. ഇപ്പോൾ വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരാണ്. അപ്പം വൃശ്ചിക കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്കും വൃശ്ചിക ലഗ്നം വന്നിട്ടുള്ളവർക്കും ശുക്രൻ മേടം രാശിയിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് നോക്കുമ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ശുക്രൻ 7ാം ഭാവാധിപനുമാണ്, 12ാം ഭാവാധിപനുമാണ്. അപ്പോൾ 7ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് 25-ന് അവർ 6ലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 18 വരെ ആ ശുക്രൻ 6ാം ഭാവ രാശിയിൽ ഉണ്ടാകും. അപ്പോൾ 6ാം ഭാവം എന്ന് പറയുമ്പോൾ 6ൽ ശുക്രൻ വരിക എന്ന് പറയുമ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ചലഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. തൊഴിലിടത്ത് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധമൊക്കെ കൂടുതൽ ശക്തമാകുന്ന സമയമാണ്, അല്ലെങ്കിൽ ആ ബന്ധം ഇമ്പ്രൂവ് ചെയ്യുന്ന സമയം എന്ന് പറയാം.
അതുപോലെ നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒക്കെ ശ്രദ്ധ കൊടുക്കുന്നതിനും അങ്ങനെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് ചെലവ് കൂടാനൊക്കെ സാധ്യതയുള്ള സമയം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് മണി ട്രാൻസാക്ഷനിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം, പ്രത്യേകിച്ച് 6-ലാണ് ശുക്രൻ വരുന്നത് എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടത്തൊക്കെ ഒരു റൊമാൻറ്റിക് കണക്ഷനൊക്കെ സാധ്യതയുണ്ട്, പ്രണയ ബന്ധത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടത്തെ പ്രോബ്ലം ആയാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് നമുക്കുണ്ടെങ്കിൽ ആ ചലഞ്ചസിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതേ സമയം 7-ാം ഭാവാധിപൻ 6-ൽ ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ 7-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ പാർട്ട്നേഴ്സിൻ്റെ ഹെൽത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12-ൽ വരിക എന്ന് പറയുമ്പോൾ, ഭാവത്തിൻ്റെ 12 എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും നമുക്ക് അവയിൽ റിക്കവറി ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അതുപോലെ തന്നെ തൊഴിലിടത്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നമുക്ക് ഈ 6-ലേക്ക് ആ ശുക്രൻ്റെ രാശിമാറ്റം വഴിതെളിക്കും. ശത്രുക്കളുടെയൊക്കെ ഉപദ്രവമൊക്കെ കുറയാവുന്ന സമയമാണ്. അതുപോലെ ചിലർക്ക് മാതൃബന്ധുക്കളിൽ നിന്ന് ചിലപ്പോൾ വിവാഹ ആലോചനയ്ക്കും സാധ്യതയുണ്ട് ആ 7-ാം ഭാവാധിപൻ 6-ൽ വരിക വഴി. അതുപോലെ അതേസമയം നമുക്ക് ഈ എതിർലിംഗക്കാരുടെ ചതിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 6-ൽ ആ ശുക്രൻ വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിൽ അല്പം കെയർ കൊടുക്കേണ്ടുന്ന സമയം കൂടിയാണ്. ശുക്രൻ 12-ാം ഭാവാധിപനായിട്ട് 12-ാം ഭാവാധിപനുമാണ്. ആ 12-ാം ഭാവാധിപനായിട്ട് ശുക്രൻ 6 വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. അത് പ്രത്യേകിച്ച് 12 6 എന്ന് പറയുമ്പോൾ നമുക്ക് 12 ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് അതിനൊരു പരിഹാരം, അതിനൊരു മുക്തിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ കോടതി വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് ആ പ്രയാസങ്ങളൊക്കെ മാറി നമുക്ക് വിജയത്തിനൊക്കെ ശുക്രൻ്റെ 6-ലെ സ്ഥിതി വഴിതെളിക്കും. അത് ചിലപ്പോൾ കേസുകളൊക്കെ സെറ്റിൽ ചെയ്യുന്നതിനൊക്കെ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ കോമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ നമ്മൾ അപ്പിയർ ചെയ്യുന്നവർക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. കടബാധ്യതയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. സാമൂഹിക സേവനം, അതുപോലെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇവയിലൊക്കെ ചിലപ്പോൾ താല്പര്യം കൂടാനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 12-ാം ഭാവാധിപൻ 6-ലാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധ കൂടും. അതേസമയം തൊഴിലിടത്തൊക്കെ വർക്കിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ, വർക്കിൽ പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ വർക്ക് പ്രഷറൊക്കെ കുറയും. അതിനൊക്കെ സുഖാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. ഈ 12-ാം ഭാവാധിപനെ ശുക്രൻ 12-ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ആത്മീയ വിഷയങ്ങൾക്ക്, അതുപോലെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ പണം ചെലവ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 12-ാം ഭാവാധിപനായ ശുക്രൻ 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് സ്ലീപ്പിംഗ് പ്രോബ്ലം, അങ്ങനെയൊക്കെ എന്തെങ്കിലും നിദ്രാ തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനും ആ ശുക്രൻ്റെ 12-ലെ ദൃഷ്ടി വഴിതെളിക്കും. പൊതുവെ ശയനസുഖമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ്. അതുപോലെ ചിലപ്പോൾ വീട്, വാഹനം ഇവ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ദൂരയാത്രകൾക്ക് വേണ്ടിയോ ഒക്കെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ആതുര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ തന്നെ ധനപരമായിട്ട് ചെലവ് കൂടാവുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിലിൽ സുഖം ഉണ്ടാകും, വർക്കിലൊക്കെ മാറ്റങ്ങളുണ്ട്. അതേസമയം ചെലവിൽ ഒരു കെയർ വേണ്ടുന്ന സമയമായിട്ട് ഈ ശുക്രൻ മേടൻ രാശിയിലേക്ക് രാശിമാർഗ വഴി വൃശ്ചിക കൂറുകാരും വൃശ്ചിക ലഗ്നക്കാരും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.